അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, വളരെ നിസ്സാരമായി നാം പറയുന്ന ചില പദങ്ങൾ എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗൗരവമുള്ള പദങ്ങളാണ്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട തഖിയുദ്ദീനു സുബ്കി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മകനാണ് താജുദ്ദീനു സുബ്കി റഹ്മഹുല്ലാഹ്. ഒരാൾ ശിഫാഉസ് സഖാം എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫാണ്. ജംഉൽ ജവാമി എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫാണ് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ്. വാപ്പയും മകനുമാണ്. മകനും വാപ്പയും വീട്ടിലുള്ള സമയത്ത് വാപ്പ തഖിയുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ് വീട്ടിൻ്റെ ഉള്ളിലാണ്. മകനാണെങ്കിൽ പൂമുഖത്ത്, അഥവാ നമ്മുടെ ഇന്നത്തെ വർത്തമാനത്തിൽ ഭാഷയിൽ സിറ്റ് ഔട്ട് എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ ആ പരിസരത്തേക്ക് ഒരു നായ കയറി വരികയാണ്. മകൻ അവിടെ ഇരുന്നുകൊണ്ട് ആ നായോട് പറഞ്ഞു, ഉഖ്റുജ് യബ്നൽ കൽബ്, നായിൻ്റെ മോനെ പുറത്തു പോ എന്ന നിലക്ക് ആ നായയെ, ആ പട്ടിയെ വിളിക്കുകയാണ്. യബ്നൽ കൽബ് എന്നാണ് വിളിച്ചത്, നായിൻ്റെ മകനെ എന്നാണ് വിളിച്ചത്. പെട്ടെന്ന് നോക്കുമ്പോൾ അത് നായിൻ്റെ മകൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ് എന്ന പ്രിയപ്പെട്ട പിതാവ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമകനെ, യബ്നൽ കൽബ് എന്ന് നീ നായയെ വിളിക്കരുത്. നായിൻ്റെ മോനെ എന്ന് നായയെ വിളിച്ചാൽ യഥാർത്ഥത്തിൽ അത് നായിൻ്റെ മോനാണെങ്കിലും ആ വിളിയിൽ ഒരു ആക്ഷേപസ്വരമുണ്ട്, ആ വിളിയിൽ ഒരു ദ്വയാർത്ഥമുണ്ട്. നായിൻ്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ ആ ജീവിയെ ഇകഴ്ത്തുന്ന, ആ ജീവിയെ ആക്ഷേപിക്കുന്ന ഒരു സ്വരം അതിനുണ്ട്. അതുകൊണ്ട് നായിൻ്റെ മകനെ എന്ന് നായിയെ പോലും വിളിക്കാൻ പാടില്ല എന്ന് മഹാനായ തഖിയുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ് തൻ്റെ മകൻ താജുദ്ദീൻ സുബ്കിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു ചരിത്രം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇത് പറയുമ്പോഴാണ് ഒരു അനുഭവം പറയുന്നത്. 5 സഹോദരങ്ങളുള്ള ഒരു അറബി ഫാമിലിയിൽ ഒരു വലിയ കമ്പനി നടത്തുകയാണ്. അങ്ങനെ ഈ 5 സഹോദരങ്ങളും ഒന്നിച്ചാണ് ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. രാവിലെ ജോലിക്കാരൊക്കെയായി ആ കമ്പനിയുടെ ഓഫീസ് തുറക്കുമ്പോൾ ആ ഓഫീസിലേക്ക് മുടന്തനായ മറ്റൊരു സഹോദരൻ മുടന്തി കയറി വരികയാണ്. ഈ സന്ദർഭത്തിൽ ആ 5 സഹോദരങ്ങളിൽ ഇളയ സഹോദരൻ ആ മുടന്തനെ അനുകരിച്ചുകൊണ്ട്, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മുടന്തി കയറി വന്നു. ഇത് കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ, ഏറ്റവും മൂത്ത സഹോദരന് വല്ലാത്ത ദേഷ്യമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുകയും ചെയ്തു. ഉടനെ തന്നെ ജോലിക്കാരടക്കം എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു. ഒരിക്കലും ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയെ നാം പരിഹസിക്കരുത്. ആ മുടന്തൻ അഭിനയിച്ചുകൊണ്ട് നാം ഇമിറ്റേറ്റ് ചെയ്താൽ യഥാർത്ഥത്തിൽ അവിടെ പരിഹസിക്കുന്നത്, ആക്ഷേപിക്കുന്നത് അള്ളാഹുവിനെയാണ്. കാരണം അവന് മുടന്ത് കൊടുത്തതും നിനക്ക് മുടന്ത് തരാതിരുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തെയാണ് നീ ആക്ഷേപിക്കുന്നത്. ഒരിക്കലും നീ അങ്ങനെയുള്ളവരെ ആക്ഷേപിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ജീവിതത്തിൽ കുറവുകളും നേട്ടങ്ങളും തരുന്നത് അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരാൾക്ക് കുറവ് കൊടുക്കുമ്പോഴേക്കും കുറവില്ലാത്തവൻ അത് എൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് കിബിർ നടിച്ചാൽ, അഹങ്കരിച്ചാൽ, ആ വൈകല്യമുള്ളവനെ കളിയാക്കിയാൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയാണ് അവൻ ആക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കമ്പനിയിലുള്ള തൊഴിലാളികളെയും തൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളെയും ആ ജ്യേഷ്ഠ സഹോദരൻ ഉപദേശിച്ചത് ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ ലക്കും. ഒരു കൗമ്, ഒരു സമുദായം, ഒരു വിഭാഗം ആളുകൾ പരിഹസിക്കരുത്. ചിലപ്പോൾ സൗന്ദര്യം കുറഞ്ഞുപോയ, അല്ലെങ്കിൽ ഭാഷാശുദ്ധി കുറഞ്ഞുപോയ, അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞുപോയ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെക്കാളും കുറവുള്ള ആളുകളുണ്ടാവും, നാട്ടുകാരുണ്ടാവും. ചില പള്ളികളിൽ കാണാം, ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ, നീയൊക്കെ വന്നൊട്ടികളാണ്, ഞങ്ങൾ നിന്നൊട്ടികളാണ്, ഞങ്ങളിവിടെ പണ്ട് മുതലേ ഉള്ളവരാണ്, നിങ്ങളൊക്കെ വന്നു ചേർന്നവരാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ അഭിപ്രായം പറയണ്ട,
ഞങ്ങൾ ഖുറൈശി തറവാട്ടുകാരാണ് എന്ന് പറഞ്ഞ് കുടുംബ മഹിമയുടെ പേരിലും സന്താനങ്ങളുടെ പെരുപ്പത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ വലിപ്പത്തിൻ്റെ പേരിലും അഹങ്കരിക്കുന്ന ആളുകളെ കാണാം. മറ്റുള്ളവരെ ചെറുതായി കണ്ട് തന്നെ പൊക്കി കാണുന്ന, അല്ലെങ്കിൽ തൻ്റെ വിഭാഗത്തെ, തൻ്റെ നാടിനെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ കഴിവിനെ അത് വലുതായി കണ്ട് മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ്. നല്ല നല്ല ആളുകൾ എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധിയുണ്ട്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് സൂറത്ത് തക്കാസുറിലൂടെ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഖബറുകളിൽ സന്ദർശിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞിട്ട്, നിങ്ങൾ നിങ്ങളുടെ സന്താനത്തിൻ്റെ പെരുപ്പം പറഞ്ഞിട്ട്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ വണ്ണം പറഞ്ഞ് പരസ്പരം അകംപൊരുമ കാണിച്ചു കൊണ്ടിരിക്കും. ഹത്താ സുറുത്തുമുൽ മഖാബിർ, അങ്ങനെ പറയുന്നത് അവരവരുടെ ഖബറുകൾ അവരിൽ എത്തുന്നത് വരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നിനും ഒരു സ്ഥാനവുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ സമ്പത്തിൻ്റെ വലിപ്പമോ സൗന്ദര്യത്തിൻ്റെ വലിപ്പമോ പാണ്ഡിത്യത്തിൻ്റെ മൊത്തമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ഥാനമില്ല. മറിച്ച് തഖ്വയ്ക്കാണ്, ആത്മാർത്ഥതയ്ക്കാണ്, ഇഖ്ലാസിനാണ് സ്ഥാനമുള്ളത്. അൽഹാഖുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ശിക്ഷയായി, ഏറ്റവും വലിയ ദോഷമായി അസൂയയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അം യഹ്സുദൂന അന്നാസ അലാ മാ അതാഹും മിൻ ഫളിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുത്തതിൽ നിങ്ങൾ അസൂയ വെക്കുകയാണോ? അം യഹ്സുദൂന അന്നാസ അലാ മാ അതാഹും, അല്ലാഹു അവർക്ക് കൊടുത്തതിൽ നിന്ന് നിങ്ങൾ അസൂയ വെക്കുകയാണോ? അള്ളാഹുവാണ് അവർക്ക് കൊടുത്തത്. എൻ്റെ സഹോദരന് ഒരു അനുഗ്രഹം കൊടുത്തത് അത് അള്ളാഹുവാണ്. ഞാൻ അവനോട് ഹസദ് വെച്ചാൽ, അസൂയ വെച്ചാൽ, ജലസി കാണിച്ചാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെയാണ് ഞാൻ ജലസി വെച്ചത്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏതെല്ലാം നന്മകൾ നിങ്ങൾ ചെയ്താലും അൽ ഹസദു യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ, തീ വന്നിട്ട് വിറകിനെ കരിച്ചു കളയും പോലെ, തിന്നുകളയും പോലെ നിങ്ങൾ ചെയ്ത സർവ്വ നന്മകളെയും അതാ അസൂയ തിന്നുകളയും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വർഗത്തെയും നാം ചെറുതാക്കി കാണാൻ പാടില്ല, ഒരു വിഭാഗത്തെയും ചെറുതാക്കി കാണാൻ പാടില്ല. നായയായി സൃഷ്ടിച്ചത് അള്ളാഹുവാൻ, എന്നെ ഈ മനുഷ്യനായി സൃഷ്ടിച്ചത്, നമ്മൾ ഓരോരുത്തരെയും മനുഷ്യനായി സൃഷ്ടിച്ചത് അള്ളാഹുവാൻ. നമ്മളെക്കാളും ഇബാദത്ത് ആ ജീവികൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രവാചകൻ ഒരു പുഴുവിനെ കണ്ടപ്പോൾ ആ പുഴുവിങ്ങനെ ഇഴഞ്ഞഴഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥം, ഞാനൊക്കെ ഇന്ന് എത്ര ഇബാദത്താ ചെയ്തത്, അല്ലയോ പുഴുവേ നീ ഇന്ന് വല്ല ഇബാദത്തും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ആ പുഴു സംസാരിക്കുകയാണ്, ഞാൻ ചെയ്തതിൻ്റെ ഒരംശം പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആ പുഴു അവിടെ നിന്ന് പ്രതികരിച്ചത് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചെറുതോ വലുതുമായ അള്ളാഹുവിൻ്റെ ജീവികളിൽ, അതുപോലെ തന്നെ മനുഷ്യരിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ, വിവിധ നാട്ടുകാർ, വിവിധ സാമ്പത്തിക ലെവലുള്ളവർ, തട്ടടിസ്ഥാനത്തിലുള്ളവർ, പല തട്ടുകളിലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാ. ആരും ആരെയും ചെറുതായി കാണാൻ പാടില്ല എന്ന് ഈ ഒരു ചരിത്രത്തിൻ്റെ, ഈ ഒരു സംഭവത്തിൻ്റെ ഇമാം തഖിയുദ്ദീൻ റഹ്മഹുല്ല, അതുപോലെ തന്നെ ഇമാം താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല, ആ ചരിത്രത്തിൽ നമുക്ക് പറയാൻ കഴിയും, പഠിക്കാൻ കഴിയും. വലിയൊരു മാനവിക സന്ദേശമാണ്. അള്ളാഹു നമുക്ക് നല്ലവരാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.